ഇന്ന് കത്തിയൊക്കെ കൈ പിടിച്ചിട്ട് എവിടേക്കാന്ന് വിചാരിക്കണ്ടാവൂലേ? ഇന്ന് നമ്മള് കത്തിയൊക്കെ കൈ പിടിച്ചിട്ട് ഒരു കൊല ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അന്ന് കൊല ചെയ്യാന്ന് പറയുമ്പോ വാഴ നമ്മള് വാഴക്കൊല വെട്ടിയിരുന്നു. ഒന്ന് വാഴക്കൊല ഇല്ല കേട്ടോ, വാഴയുടെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുകയാണ്. അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭവം. അപ്പൊ നമ്മള് ആദ്യം വാഴയിലേക്ക് വെട്ടട്ടെ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താന്ന് പറഞ്ഞില്ല അല്ലേ? പറഞ്ഞു തരാം കേട്ടോ. ആദ്യം വാഴയില വെട്ടട്ടെ. പൊന്നൂസേ നിനക്ക് വേണ്ടേ? അയ്യോ പൊട്ടി. അച്ചുള്ള സമയത്ത് ആവശ്യമില്ലാണ്ട് ഇല വെട്ടിയ നല്ല ആട്ട് കേക്കായിരുന്നു. നിനക്ക് വേണ്ടടി? പിന്നെ എനിക്ക് വേണ്ടേ. അപ്പൊ ഇത്ര മതി കേട്ടോ. ഒരു പൊതിയിലില്ലേ നമുക്ക് രണ്ടാൾക്കൊക്കെ കഴിക്കാം. പറ്റില്ലേ? അപ്പൊ അതാ രണ്ടെണ്ണം അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി എടുക്കട്ടെ. സാധനം ഇന്നത്തെ കുട്ടികൾ അധികം കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെയൊക്കെ ചെറുപ്പപ്രായത്തില് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോണ സമയത്ത് പൊതിച്ചോറ് കഴിക്കില്ലേ? പൊതിച്ചോറ് ഉണ്ടാക്കി തരും. എന്റെയൊക്കെ പൊതിച്ചോറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഒരു ചമ്മന്തി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ പൊതിച്ചോറ് കാണുമ്പോൾ അതിൽ ഉപ്പേരി ഉണ്ടാവും, മുട്ട വറുത്തത്, മീൻ വറുത്തത്, അച്ചാറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞാനൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുകയെന്നറിയോ? കുറച്ച് തൈരും ഉണ്ടാവും, അതേപോലെ ഒരു ഉള്ള ചമ്മന്തി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഉണ്ടാക്കുമ്പോ വഴുതനങ്ങയൊക്കെ അധികം ഉണ്ടാക്കുക വീട്ടില്. വഴുതനങ്ങ അമരക്കൊക്കെ ഉണ്ടാക്കുമ്പോ അത് നമ്മൾ ഈ ഉപ്പേരി വെക്കണ പോലെ ഇല്ല കേട്ടോ അമ്മയൊന്നും വെച്ചിരുന്നത്. പച്ചമുളക് കീറിയിട്ടിട്ട് പച്ചവെള്ളത്തിൽ വെക്കും, എന്നിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യുക. അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്ന് വളമൊക്കെ ഇടാണ്ടല്ലേ ഉണ്ടാക്കണത്. അപ്പൊ സുകന്യ അന്തം വിട്ടേക്ക്. എന്താ പറയാ, നമ്മള് പിന്നെ ഇതൊന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സ്കൂളിലേക്കൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ചപ്പോഴേക്കും ചോറ്റുപാത്രമായില്ലേ. ചോറ്റുപാത്രം ഉണ്ടെങ്കിലും ഇതില് ഭക്ഷണം കഴിക്കണം, വാഴയുടെ ഇലയില് ഭക്ഷണം കഴിക്കണത്. വാഴയുടെ ഇല കൊണ്ടുപോകും. ഉപ്മാവാണ്. ഉപ്മാവ് അത് നല്ല രസമല്ലേ? വാഴയുടെ ഇല വാടിയിട്ട് ഉപ്മാവ് ഇതാക്കുമ്പോ. പക്ഷെ അങ്ങനെ നമുക്ക് എങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്കിങ്ങനെ വീട്ടില് എന്തെങ്കിലുമൊക്കെ ഉണ്ട് കുറച്ച് ഒരു പൂതിയാണ്. അപ്പൊ പൂതി എന്ന് പറയാൻ കാരണം എന്താ പറയാ, വലിയേട്ടൻ വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുന്ന സമയത്ത് അവൻ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോയില്ല, അവൻ ഈ ഇലയിൽ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അത് കൊണ്ടുപോകുമ്പോ നമുക്കും കൊതി വരും. ഒരാൾക്ക് മാത്രം അങ്ങനെ കൊടുത്താൽ പോരല്ലോ, നമുക്കും വേണ്ടേ എന്നുള്ള ഒരു അസൂയും കുഞ്ഞിറ്റൊക്കെ എന്തായാലും ചെറു പ്രായത്തിലുണ്ടാവില്ല. അങ്ങനെ ഒരു അസൂയൊക്കെ ഉണ്ടായിരുന്നു കേട്ടൊക്കെ. മുട്ടക്കോസും കൊണ്ടിട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. എന്തിനാ കുട്ടിച്ച സാധനം? അറിയില്ല എന്താണാവോ. എന്തും കൊണ്ട് വെള്ളം കലക്കണമ്മ? നാരങ്ങ ഉണ്ടെന്ന് ഇവിടെ സതിയുടെ തല തേങ്ങ കൊണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞ മനസ്സിലാച്ച എന്താ ചെയ്യണേ? എല്ലാവർക്കും വേണ്ടേ? അമ്മ ഒന്നിപ്പോ മേലും കൈയൊക്കെ വേദിച്ചിട്ടാവും പോയിട്ടുണ്ടാവുക. വന്നുകൊണ്ടേ ഒറ്റ കട്ടം തരില്ല. കളിയങ്ങോട്ട് മാറിയത് പന്തല്ല കേട്ടോ. ദാ കയ്യിലില്ല. ചക്കക്കുരു കുത്തിയിടാൻ പറ്റിയ സമയാണിപ്പോ. അച്ഛമ്മയത്തോ പൊട്ടിച്ചേരാൻ പറ കുഞ്ഞാ. വരും കാക്ക പിടിക്കട്ടെ. കാക്ക മുത്തപ്പായി മോടുണ്ടോ? നമ്മള് രണ്ടില മുരിഞ്ഞിയും കൂടി പറിക്കുന്നുണ്ട്. മുരിഞ്ഞ രണ്ടില മുട്ട പൊരിക്കുമ്പോഴേ ഇടാൻ വേണ്ടിട്ട് രണ്ടില മുരിഞ്ഞിയും കൂടി എടുക്കട്ടെ കേട്ടോ. എന്തായാലും അയ്യോ പൊട്ടി. ഇജും പൊട്ടിച്ചോ? ആടെ ഭയങ്കര മുരിങ്ങ മാത്രം പൊട്ടിച്ചാൽ മതി, കൊമ്പ് പൊട്ടിക്കണ്ട. മുരിങ്ങക്കായ ഉണ്ടാവാനുള്ളതില്ലാതെ പോകാൻ ഇല്ല. 4 എണ്ണം ഒരു മണത്തിന് താഴെ പൊട്ടിച്ചാൽ മതി. താഴെ കണ്ട അടിപൊളിയായിട്ട്. അത് എങ്ങനെയാ അങ്ങോട്ട് ഇറങ്ങാന്?
കുറച്ചേരം പണിപ്പുണ്ട് അങ്ങോട്ട് അല്ലെങ്കിൽ മറ്റേ അതിലുണ്ട് വേണ്ട വേണ്ടി ഞങ്ങളുടെ താഴെക്കറ്റ പോയ കനാലിൽ പോയി അതില് കണ്ടില്ലേ അതിലുണ്ടായിരുന്നില്ല. 11 മണിയായി. വേഗം വേഗം ഉഷാറാക്കിക്കോ സുകന്യെ. സുകന്യെ ഊണേ കയറാകുമ്പോഴേക്ക് ഇത് തിന്നാൻ പറ്റണ്ടോ? സുകന്യ അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കണേ. നീ കോറ ഉണ്ടാക്കണത് ഇതിന്റെ കൂടെ പൊന്നൂസിന് തിന്നെ കൊടുക്കണ്ടോ? പിന്നെ പൊടിച്ച് പൊതിച്ചോറ് പോരെ ഇപ്പൊ പൊതിച്ചോറ് പോരെ വേണ്ട കുട്ടിയൊന്ന് അമ്മ തേങ്ങ ചമ്മന്തി അരക്കാമ കുട്ടി അമ്മ തേങ്ങ ചമ്മന്തി അരച്ചാലേ നല്ല ടേസ്റ്റ് ആട്ടോ. ഉണക്കമുളകും കൊണ്ട് മതി. അമ്മ ചമ്മന്തി അരച്ച അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അമ്മ മുളക് ചുട്ട് ചമ്മന്തി അരക്കുക. ഇത്ര നേരം ഇപ്പൊ എന്തിലുണ്ടാക്കിയപ്പോ? ഏതില്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ. രാവിലെ ചോറ് വെച്ച്. അല്ല ചട്ടി എന്തൊക്കെയാ കാലം എന്തൊക്കെ ഇതിൽ ഇരിക്കണ്ടല്ലോ നേരത്തെ. മുളക് ഉണ്ടെങ്കിൽ എടുക്കുമ്പോ ഇല്ലെങ്കി ശ്വാസം മുട്ടും. നമ്മള് ഉപ്പേരി വെക്കണേല് എന്തൊക്കെയാ കൂട്ടിയിരിക്കണെന്ന് അറിയോ? ഒരു കഷ്ണം ഇഞ്ചി കൂട്ടിയിട്ടുണ്ട്, വെല്ലുള്ളി കൂട്ടിയിട്ടുണ്ട്, പച്ചമുളക് കൂട്ടിയിട്ടുണ്ട്, മഞ്ഞപ്പൊടി, അതേപോലെ തേങ്ങ, കറിവേപ്പില. ഇതെല്ലാം പാടെ മുട്ടക്കോസ് ഉപ്പേരിയൊക്കെ അറിയാത്തവരാരും വേറെ തരം ഉപ്പേരി സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പേരി എല്ലാം ഇങ്ങനെ തന്നെ അധികം ഉണ്ടാക്കുക. അടുക്കളയുടെ ഭാഗത്തു കൂടെ ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോ അറിയും. സുകന്യെ അടുക്കളയുടെ ഭാഗത്തു കൂടെ ഇടയ്ക്കൊന്ന് വരാത്തതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് പറയാ. ഞാൻ കഴിഞ്ഞ സമയല്ല സുകന്യെ നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കുന്നുണ്ട്. സുകന്യൊക്കെ ഭക്ഷണം ഉണ്ടാക്കി ഞെട്ടിക്കും നിങ്ങളെ, നോക്കിക്കോളെ. നമ്മളിതാ ഇട്ട് കൊടുക്കണ്ട് കേട്ടോ ഉപ്പേരിക്ക്. മുട്ടക്കോസ് ഉപ്പേരി വെക്കാൻ അറിയാത്ത ആൾക്കാരാരല്ല. ഞാനൊരു ഇത് കാട്ടി വാഴയില എടുത്തിട്ടേ മുട്ടിയെ അങ്ങോട്ട് മാറിന്നോ, ചൂടടിച്ചിട്ടുണ്ടോ? അമ്മൂന് ഇഷ്ടമുള്ള ഉപ്പേരിട്ട. അമ്മൂനെക്കാട്ടിലും ഇഷ്ടം അച്ചൂനാണ്. ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടാവി വെച്ച ഉപ്പേരി വെക്കാൻ ഏറ്റവും സുഖമുള്ളതാണ് കേട്ടോ ഇത് മുട്ടക്കോസ്. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയോടെ ഇപ്പൊ പുതിയതൊന്നും വാങ്ങിയത് പുറത്തേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തില്ല കേട്ടോ, സോറി. അതിനെന്താ പ്രശ്നം? അതിനൊന്നും പ്രശ്നമില്ല. അത് മയക്കി കഴിഞ്ഞല്ലേ? ഒന്നും കൂടി ഒന്ന് മയക്കാണ്ട്. അത് ക്രിസ്മസിന് എന്താ അപ്പം ഉണ്ടാക്കുമ്പോ എടുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പളേക്ക് മയങ്ങണ്ടേ? മയക്കി വെച്ചതാണേ. അപ്പം ഉണ്ടാക്കുമ്പോ മയങ്ങണമെങ്കിൽ ആദ്യം മയക്കണം. അപ്പത്തില് മയങ്ങില്ല, ആദ്യം മയക്ക്. അതിങ്ങനെ എവിടെയെങ്കിലും എടുത്തു വെച്ചിരുന്ന കാര്യം. ഇതങ്ങോട്ട് വെക്കോ? എണ്ണ വെച്ചിട്ടുണ്ടമ്മ. എണ്ണ നല്ല തേച്ചിട്ട് ഇനി ഒരു ചെറിയ വെല്ലുള്ളി എടുത്തിട്ട് വേഗം നോക്കുന്ന അതൊന്നും ചെയ്തിട്ട്. ഈ അലുമിനിയത്തിന്റെ പാത്രങ്ങളെ അലുമിനിയത്തിന്റെ പാത്രങ്ങളെ എടുത്ത് ഉപയോഗിക്കണ്ടേ. ഉണക്കമുളക് ചുട്ടത്, 2 ഉള്ളി, കറിവേപ്പില, പുളി, തേങ്ങ പറഞ്ഞ തേങ്ങ, ഇതെല്ലാം കൂടി ഒരു തേങ്ങ സമ്മന്തി അരക്കട്ടെ. ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ചോറിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് പറഞ്ഞാ മതി. എന്തമ്മ? അമ്മ എല്ലാം പറഞ്ഞു, അമ്മ ഉപ്പ് പറഞ്ഞില്ല. ചോറിൽ ഇങ്ങനെ എന്തൊക്കെ ഉണ്ട് പറഞ്ഞ. പേരി അധികം തീ കത്തിച്ചിട്ടില്ല കേട്ടോ, ഇല്ലെങ്കിലേ. അച്ചുട്ടിയെ, കറ്റാർവാഴക്ക് മുട്ടല്ലേ, മുട്ടയുടെ തൊലി പൊട്ടിച്ചിട്ട് കൊടുക്കോ. അതിന്റെ കൂടെ നമ്മളിതാ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ചില്ലേ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് കുട്ടികൾക്കൊരു ഇങ്ങനെ നല്ല പോലെ കുത്തി കുത്തി ഉടക്കട്ടെ. എന്താ പൊന്നൂന് വേണോ? അവൻ അതല്ലേ വേണ്ടുള്ളൂടാ. ഉപ്പ്
ഉപ്പേരിയായി. ഇനി നമ്മള് ഇതെടുക്കണില്ല കേട്ടോ, ഇതില് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അടച്ചേക്കട്ടെ. മീന് നമ്മള് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ, പിന്നെ വീട്ടില് വാങ്ങിയത് ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ മീനും കൂടി അതിൽ കൂട്ടാന്ന് വിചാരിച്ചു. അവസാനായിട്ട് നമ്മളിതാ ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓംപ്ലേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ മുരിഞ്ഞിട്ടതും കൊണ്ട്. ഞാൻ കുട്ടിയോള് സ്കൂള് ഇല്ലാതിരിക്കുന്ന സമയത്തില്ലേ, അവർക്ക് പരമാവധി എന്തൊക്കെ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ എങ്ങനെങ്കിലൊക്കെ കൊടുത്ത് വയറ്റിക്കാക്കാൻ നോക്കൂട്ടോ. നമ്മള് ഈ ഫോണിലൊക്കെ കാണാറുണ്ട് കേട്ടോ, കുറച്ച് മുരിഞ്ഞടയില ഇതും ഉള്ളതും കൊണ്ട് ചിക്കനും ഉണ്ടാകും. സുകന്യെ പൊതിച്ചോറ് ആംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴല്ലേ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇറച്ചിച്ചാറ് വെച്ചിട്ട് മുട്ടയിൽ ആംപ്ലേറ്റ് ഉണ്ടാക്കി ഇറച്ചിച്ചാറ് വെച്ച് മുട്ടക്കൂടെ തോറ്റ് പിന്മാറാൻ പാടില്ല പറയില്ലേ, പക്ഷെ ചട്ടുകൾ ശരിയല്ലാത്ത കൊണ്ടേ തോറ്റൊക്കെ പിന്മാറേണ്ടി വരുന്ന തോന്നണം. ഇതും പൊട്ടി പോയി. നീ ഈ ഒരു കാര്യം ചെയ്യും, പറ്റുന്നത് 4 ആക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോല്ലേ വലിയ കല്ലിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനാണ് എളുപ്പം. പറ്റില്ല അത്. പിന്നെ തട്ടുകടക്കാരുണ്ടാക്കില്ലേ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ്. തട്ടുകടക്കാരിങ്ങനെ വീശി എറിയില്ല, അങ്ങനെയൊക്കെ എറിഞ്ഞിട്ട് വേണം ഉണ്ടാക്കണം. ഫിലിപ്പിക്ക് നേരെ പോവും. നമുക്ക് ഇടവാവൊരു കുഞ്ചാവി പൊണ്ണുക്കെട്ടൊരു കുഞ്ചാവിതാ. ഇനി വാഴയില പുഴുങ്ങിയെടുക്കുക. വാഴയില വാട്ടിയിട്ട് നിങ്ങൾക്ക് ചോറുണ്ടിട്ടേ ഇല്ല മുട്ടിങ്ങള്? പൊതിച്ചോറ് കഴിച്ചിട്ടേ ഇല്ല? 2-3 പ്രാവശ്യം കഴിച്ചിട്ടില്ലേ? അത്ര തന്നെ ആവശ്യമുള്ളൂ. അത്ര തന്നെ കഴിച്ചുള്ളൂ. പൂതിക്കാണ് ഇതൊക്കെ. പറ. നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാറ് വരുമ്പോ പേടിയാണ് കുട്ടിയോളെ ഇതിനെ നിക്കുമ്പോഴേ. ചോറ് അങ്ങനെ വരുമ്പോഴേ നമ്മുടെ മക്കളാണോ വെച്ചാൽ ഏത് സമയവും പുറത്തായിരിക്കും. കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇരുന്നോട്ടെ. എന്തിനാന്നറിയോ അത് കൂടുതൽ വെക്കുന്നത്? സുവന്യെ കുട്ടികളുടെ പൊതിയിലേ തോന വെച്ചോ എനിക്ക് തോന വേണ്ടി വരും. പിന്നെ നമ്മുടെ ഉപ്പേരി. ഉപ്പേരി ട്ടോ. ഇതില് അച്ചാറ് മാത്രല്ല. അച്ചാർ എന്താന്ന് വെച്ചാ അച്ചാറ് കഴിഞ്ഞിരുന്നു കേട്ടോ. ഇനി കടയിന്ന് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് വാങ്ങി. അച്ചാർ വേണ്ട എന്തായാലും. 2 കൊണ്ടാട്ടമുളക്, പിന്നെ നമ്മുടെ ചമ്മന്തി വേണ്ടേ? നമ്മുടെ ചമ്മന്തി എന്റെ കാലില് ചവിട്ടണ്ട സുകന്യെ, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അറിയാണ്ട് പറഞ്ഞല്ലോ കേട്ടോ, വേദനിച്ചിട്ട് പറഞ്ഞതാ. നമ്മളിതാ മുട്ടയും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതില് അമ്മ സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇല്ല അത് വേറെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയൊന്നും ഒഴിച്ചു കൊടുക്കില്ല അല്ലേ? കൂട്ടാനും സ്കൂളിൽ പോകുമ്പോ കൂട്ടാൻ കിട്ടില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. എങ്ങനെയാണ് എങ്ങനെ പൊതിഞ്ഞാലും വില, എങ്ങനെ ഉണ്ടാക്കിയാലും വാഴയിലയിൽ പൊതിഞ്ഞാണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ചോറിലിപ്പിട്ടിട്ടില്ലേ? കുറച്ചുപ്പിട്ടിട്ടുണ്ട്. അല്ലേ ഇത് എങ്ങനെ പൊതിഞ്ഞു പറയണ്ട. ചോറിന് കുറച്ച് ഉപ്പിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ അറിയോ, വെറും ചോറ് ഇങ്ങനെ പൊതിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മള് സംഭാരം കൂട്ടിയിട്ടല്ലേ കഴിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഇപ്പോഴൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 3 മണിക്കൂർ, അരമണിക്കൂർ എന്നൊക്കെ പറയും. പക്ഷെ 3 മണിക്കൂർ വെക്കണം. അല്ലാണ്ട് അരമണിക്കൂറോടൊന്നും ആവില്ല. അത് ചൂടാറും കൂടി ഇല്ല. സംഭാരം കണ്ടോ? ഇഞ്ചി, അരിമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുള്ള സംഭാരാണ് കേട്ടോ. ആരെങ്കിലും വേനൽക്കാലത്തെ സമയത്ത് ഇങ്ങോട്ട് വരികയാണ് കുറച്ച് സംഭാരം കിട്ടും. നമ്മുടെ സംഭാരം 1.5 എന്തുകൊണ്ടാ കെട്ടുന്നത്?
കെട്ടണ എന്തുകൊണ്ടാ? കെട്ടാന് കിച്ചു കയറൊക്കെ. എന്റെ അമ്മോ എന്താ അന്നത്തെ ധൃതി വെച്ചിട്ടാ. അല്ലെങ്കിൽ അവൻ മിടുക്കനാണ്, 2 പ്രാവശ്യം മിടുക്കനാണ്. കഴിച്ചോ? അമ്മയുടെ സംഭാരം കാണുമ്പോഴേ എന്താ ശരിക്കും സംഭാരം എന്താ ചമ്മന്തി മാത്രം ഉണ്ടെങ്കിലും വയറ് നിറച്ച്. നീ കെട്ടാച്ചി അതാണ് ടാർപ്പായ തലേ കൂടെ വീട്ടോ. ഒരു പൊതിയായിട്ടോ നീയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ടാർപ്പായ മാറ്റാറിന്റെ സമയമായിട്ടോ. അടുത്ത ബജറ്റിക്ക് വെച്ചിരിക്കാണ് സുകന്യ, അതിലെ പാസ്സാക്കൂ. ഇനി ഇതേപോലെ നമ്മൾ എല്ലാവർക്കും ഉള്ളതും ആക്കി വെക്കട്ടെ. ഒരു പൊതി നമ്മുടെ സതിയേട്ടന് വേണം. കുട്ടികളുടെ കൂടെ ഇതെന്നോ ഉണ്ടാക്കണം ഞാൻ വിചാരിച്ച സംഭവം ഉണ്ടത്. പൊതിച്ചോറോ? കൊറേ കാലമായി പൊതിച്ചോറൊന്ന് കഴിക്കണം. മറ്റേ പണിക്കൊക്കെ പോകുമ്പോ പറ്റിയായിരുന്നു. ദൂരത്ത് പണിക്ക് പോകുമ്പോഴേ, അടുത്ത് കൂടെ പണിക്ക് പോകുമ്പോ എങ്ങനെ പറ്റിയ? വെറുതെ പൊതിച്ചോറ് കൊണ്ട് ആരാന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? അവിടുന്ന് തരും. അടുത്ത് കൂടെ പോകുമ്പോ അവര് മോശല്ലേ? നമ്മുടെ അടുത്ത് കൂടെ ആൾക്കാര് ഇത് പറയല്ല ചേട്ടാ, എന്താ ഭക്ഷണം കൊടുക്കാനൊരു ഇതായി. നല്ല ഭക്ഷണം കൊടുക്കാൻ അടുത്തുള്ളതൊക്കെയാണ്. ഭക്ഷണം അവിടുന്ന് കിട്ടിയില്ലേ നമുക്ക് വീട്ടിൽ വരാം. ഇല്ല, മുളകിടാത്തത് നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പണി കിട്ടാനേ ബുദ്ധിമുട്ടില്ല. ചോറ് എവിടുന്നേലൊക്കെ ഉണ്ണാ. മുട്ട അവിടെ ഉണ്ടേ, മുട്ട അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വല്യമ്മ. കുട്ടികൾക്ക് മുട്ട പൊരിച്ചിട്ട്, കുട്ടിക്കും പൊരിച്ചോറ് വേണോ? അവന് എരിവില്ലാത്ത മാത്രം ആദ്യം ഒന്ന് മടക്കി പൊതി. ഇങ്ങനെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അല്ല ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഈ നേരത്തെ തന്നെ ചെയ്തത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ 6 പൊതി ഉണ്ടാക്കിട്ടോ. നീ ഇതെന്തായാലും ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ എടുക്കുള്ളൂ. മതി മെല്ലെ എടുത്താ മതി. അപ്പോഴാണ് ആഗ്രഹിച്ച രീതിക്കുള്ള രുചി കിട്ടുക. ഇതുപോലെ ഉണ്ടാക്കുമ്പല്ലേ, എന്നും ഉണ്ടാക്കണതല്ല, ആഗ്രഹിച്ച് കഴിക്കാൻ വേണ്ടി കൊതി പിടിച്ചിട്ട് കഴിക്കണം. അങ്ങനെ കഴിക്കണം, മെല്ലെ കഴിച്ചാൽ അങ്ങോട്ട് വെക്കാല്ലേ അമ്മ. നമ്മൾ 6 പൊതി ഇതാ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു 2 മണി കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളിൽ കൊണ്ടേക്കട്ടെ. ഇതാണ്ടോ ഒരാളെ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നത്. എവിടെ ഇരുന്നാലും 2 മണി കഴിയേണ്ട ഒരു സാധനം കിട്ടില്ല കേട്ടോ. ഇതിന്ന് ചോറൊക്കെ വേണം ഉള്ളു പോയിട്ടിരുന്ന് കഴിച്ചോ, എന്നാലും ഇതിന്റെ ശരിക്കുള്ള രുചി കിട്ടി വെച്ചിട്ടാ. അതാണ് നമുക്ക് വേണ്ടതായ രുചി കിട്ടലാണ്. അപ്പൊ അതുവരെയ്ക്ക് വിശക്കുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു പോയിട്ട് കഴിച്ചോ. ഇപ്പൊ 2 മണി വരെ ഇരിക്കാനുള്ള ആയുധമൊക്കെ നിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇനി ഭൂരി ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ അപ്പൊ ഭൂരിയിൽ പിടിച്ചു തന്നാ. ഇപ്പത്തെ തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പൊ ഓരോ പൊതികളെടുത്തോളൂ. പൊതിയിരുന്നോ? ഒന്നു വെച്ചിട്ട് പൊതിയില്ല പൊതി നോക്കി പൊതിക്കിരിക്കണത്. കുട്ടി ഇരിക്കണ ഇരുന്ന് നോക്കി നോക്ക്. വേണോ മാമു വേണോ? ഓ തരാ. അങ്ങനെ തന്നെ കഴിക്കണ്ടേ? അമ്മ കാണിച്ചരാ. വട്ടവട്ടത്തിൽ കുഞ്ഞോ കുഞ്ഞിവിടെ വന്നിരിക്കും. ഒരു പൊതി എടുത്തോ അധികം ഉള്ളത്. ബാ അധികം പറഞ്ഞു. ബാ അമ്മൂന് വേണ്ടേ? അമ്മൂട്ടി എന്റെ സാറേ, അമ്മു ഇത് നേരെ എടുക്കാൻ പറ്റില്ല. കണ്ണു കാണില്ലേ? അന്നൊന്നും കാണില്ല, മാറുന്ന പിടിച്ചിരുന്നു ചെലപ്പോ. ബാ കുഞ്ഞു ഇത് അമ്മ വിളിച്ചു തരാം. അതവിടെ അടിപൊളി. ബായോ അങ്ങോട്ട് വാ. ഇതാ തുറക്കാനിതാ. കുഞ്ഞു അടിനെ അങ്ങനെയല്ല ചെയ്യാ. ഒക്കെ പാടിട്ടിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കും. മുട്ടയൊക്കെ കൂടിയിട്ട് കുഴക്കാൻ പറ്റുമോ? എനിക്ക് ചെറിയ പീസാണല്ലോ മുട്ട. നോക്കി നോക്ക്, കണ്ടോ നമ്മുടെ പൊതി? കണ്ടോ കണ്ടോ ചമ്മന്തി, സൂര്യ മീ വറുത്തത്. എവിടെ മോര്? കുഞ്ഞു കഴിക്കേ. കുഞ്ഞു വല്യമ്മയൊപ്പം കഴിക്കണം. ഇവിടുന്ന് ഞാനും എന്റെ കുട്ടിയൊപ്പാണ് കേട്ടോ കഴിക്കണേ.
മോര് എടാ കുറച്ച് മോര് വേണ്ടടാ അല്ലെങ്കിൽ. എനിക്ക് മോരൊന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. സുകന്യക്കോ? അതെ മോര് അധികമാവും ചെയ്യപ്പോ. അമ്മു അമ്മു ദാ മോര് എന്താ ആരോഗ്യത്ത് അമ്മ ചേച്ചി വീഡിയോ എടുക്കാൻ നിൽക്കില്ലേ? ഇതാ നോക്കി നോക്ക്, ഇങ്ങനെ കഴിക്കണം കേട്ടോ, എല്ലാം പാടെ കൂടിയിട്ട് കേട്ടാ ഇങ്ങനെ കഴിക്കണമെന്ന്. കഴിക്കേണ്ട കോമ്പിനേഷനും അറിയില്ല. അണക്കെന്തിനാണ് നോക്ക് ചോറും പറ്റും. പൊതിച്ചോറായിട്ട് കുഞ്ഞു കഴിക്കണോക്ക്. ഇതെന്ത് ചോറാണേ? അല്ല രസാലേ പൊക്ക നീ. സുകന്യ എങ്ങനെയുണ്ട് പറ. അമ്മ നേരത്തെ കഴിച്ചുട്ടോ. അമ്മക്ക് ബി പി ഷുഗർ ഒക്കെ ഉണ്ടാവുകൊണ്ട് അമ്മ കുറച്ച് നേരത്തെ കഴിച്ചു. അപ്പൊ ഇതില് കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവസ്ഥ എന്താണ്? പിടുത്തം വിട്ടു പോകും. ഇറച്ചിയൊന്നും വേണ്ട. രസോന്യെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് വയറൊക്കെ ചാടി. ഒരാൾക്ക് 2 ചോറ് കണ്ട ഒറ്റയ്ക്ക് ഞാൻ തന്നെ തിന്നു. എന്താ നല്ല രസമുണ്ടായിരുന്നോ? പിന്നെന്താ അടിപൊളിയല്ലേ. ഇപ്പൊ എന്താ എല്ലാവർക്കും ഇഷ്ടായിട്ടോ. സുകന്യത പൊന്നൂസിനെ ഉറക്കാണ്. ഉച്ച സമയമായില്ലേ, ഇനി ഒന്ന് കുറച്ചേരം കടക്കുകയൊക്കെ ചെയ്യണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും എഴുതി അറിയിക്കും വേണം. ഇനിയിപ്പോ കുറ്റമായിട്ടാണ് വെച്ചാലും എഴുതി അറിയിക്കും. പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ അറിയിക്കുന്നത് വലിയ സന്തോഷമാണ്. എപ്പോഴും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം നമ്മളെല്ലാം തികഞ്ഞവരൊന്നുമല്ല. അപ്പോൾ നമുക്ക് കുറവുകളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ നമ്മള് കുറവുകൾ മാത്രമേ നമ്മുടെ അടുത്ത് ശരിക്കുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. എല്ലാം കുറവുകൾ. അപ്പൊ കുറവുകളൊക്കെ അംഗീകരിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും നന്ദി പറയണം. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.